ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചന ധ്യാനം ക്ലാസ് 42. സ്ലീഹന്മാരുടെ നടപടി 2-ാമത്തെ അധ്യായം 12 മുതൽ 21 വരെ വചനങ്ങൾ. എല്ലാവരും സംഭ്രമിച്ച് അന്തം വിട്ട് ഇത് എന്തായിരിക്കും എന്ന് പരസ്പരം പറഞ്ഞു. മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു, ഇവർ അമിതമായി പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു. അപ്പോൾ പത്രോസ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ പുരുഷന്മാരെ, യെറൂസലമിൽ പാർക്കുന്ന സകലരുമേ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇപ്പോൾ പകലിൻ്റെ 3 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്. അതെന്തെന്നാൽ, ദൈവം അരുളി ചെയ്യുന്നു, അന്ത്യകാലങ്ങളിൽ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരും പ്രവചിക്കും. ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും. കർത്താവിൻ്റെ മഹനീയവും പ്രസിദ്ധവുമായ ദിനം വരുന്നതിന് മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനെല്ലാം രക്ഷിക്കപ്പെടും. ഇതാണ് തിരുവചനം. ഈ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 41-ാം വാക്യം വരെയുള്ളത് പത്രോസിൻ്റെ പെന്തക്കോസ്ത പ്രസംഗമാണ്. അതിൽ ആദ്യത്തെ കുറച്ച് 21 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്, 14 തൊട്ട് 21 വരെ. പ്രേക്ഷിത പ്രഭാഷണത്തിൽ ആദ്യത്തേതാണ് പെന്തക്കോസ്ത നാളിലെ പത്രോസിൻ്റെ പ്രസംഗം. അതിൻ്റെ ഘടന ഏകദേശം എങ്ങനെയാണ്? ഒരു ആമുഖം. അതാണ് ഇപ്പം നമ്മൾ വായിച്ചത് 14 മുതൽ 21 വരെ. അത് കഴിഞ്ഞ് യേശുവിൻ്റെ രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് പത്രോസ്, 22-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ. പിന്നെ ഉപസംഹാരം, അനുദപിച്ച് മാനസാന്തരപ്പെടൽ ആഹ്വാനമാണ്, 37 മുതൽ 41 വരെ വചനങ്ങൾ. പത്രോസ് പഴയ നിയമത്തിലെ വചനങ്ങളെല്ലാം എടുത്തുപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് സെപ്തുജിന്ത് പാഠാന്തരത്തിൽ നിന്നാണ്, ഹീബ്രു അല്ല. ഗ്രീക്ക് സെപ്തുജിന്ത് പാഠാന്തരമാണ് ആദിമ സഭയുടെ ബൈബിള്. അതിനകത്ത് പഴയ നിയമത്തിൽ 39 പുസ്തകമല്ല, 46 പുസ്തകമുണ്ട്. 1825 വരെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളിലും ഈ പുസ്തകങ്ങളുണ്ടായിരുന്നു. 1825 7 പുസ്തകങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനായിട്ട് തീരുമാനിച്ചത് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ. എന്ന് വെച്ചാൽ പത്രോസ് ഉപയോഗിക്കുന്ന ആദിമസഭയുടെ ബൈബിള്, ഗ്രീക്ക് ബൈബിള്, അതിൽ പഴയ നിയമത്തിൽ 39 പുസ്തകമല്ല, 46 പുസ്തകമുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരുടെ പല ബൈബിളിലും അതില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകളിൽ അത് വീണ്ടും പ്രിൻ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയുടെ നിലപാട് അന്നും ഇന്നും ശരിയാണെന്ന് തെളിയുകയാണ്. അവർക്കാണ് ഈ നിലപാട് മാറ്റമുള്ളത്. കത്തോലിക്ക സഭയ്ക്ക് ഒരു നിലപാട് മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ പത്രോസ് എടുത്ത് ഉപയോഗിക്കുന്നത് മുഴുവൻ ആദിമസഭയുടെ ബൈബിളായിരുന്ന സെപ്തുജിന്ത് ഗ്രീക്കാണ്. അതിൽ പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളുണ്ട്, 39 അല്ല. അതുകൊണ്ട് കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിലെ ഗ്രന്ഥങ്ങളാണ് ശരിക്കും മൗലികമായിട്ടുള്ളത്. പത്രോസ് നമ്മൾ പറഞ്ഞാലും പെത്രോസ് എന്നാണ് ശരിക്കും. പെത്രോസ്, പീറ്റർ, പേത്ര, പാറ എന്നർത്ഥം. 12 പേരിൽ ഒന്നാമനാണെന്ന് മത്തായി 10:2 എഴുതിയിട്ടുണ്ട്. തൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ട പാറ പത്രോസാണെന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്, മത്തായി 16:18. തൻ്റെ സമുദായത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ യേശു പത്രോസിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, മത്തായി 17:24-27. സഭയുടെ മുഖ്യ അജപാലകനായി പത്രോസിനെ വാഴിച്ചത് യേശു തന്നെയാണ്, യോഹന്നാൻ 21:15-17. സ്വർഗരാജ്യം താക്കോലുകൾ യേശു കൈമാറിയത് അദ്ദേഹത്തിന് മാത്രമാണ്, മത്തായി 16:19. ആ ഉത്തരവാദിത്വം പത്രോസ് നിറവേറ്റുകയാണ്. അതുകൊണ്ട് പത്രോസിൻ്റെ ആ പരമാധികാരം, അത് പത്രോസിന് മാത്രം ഉള്ളതല്ലല്ലോ, പിൻഗാമികൾക്കുള്ളതല്ലേ. ആ അധികാരം അംഗീകരിക്കാൻ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള സകല മനുഷ്യരും തയ്യാറായി കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരണം. അവിടെയും കുറേ തിന്മകളുണ്ട്, കത്തോലിക്ക സഭയിൽ തിന്മകളൊക്കെ ഉണ്ട്. അത് മാനുഷികമായിട്ടുള്ള സംവിധാനത്തിൽ അത് ഉണ്ടാകും. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിന് നൽകപ്പെട്ടിരിക്കുന്നവർക്ക്, യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് സഭ. ആ സഭ കർത്താവ് സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭയാണ്. അതുകൊണ്ട് പത്രോസിൻ്റെ നേതൃത്വം, മാർപ്പാപ്പയുടെ നേതൃത്വം അംഗീകരിച്ച് ഈ സഭയിലേക്ക് തിരിച്ചു വരുന്നതാണ് തിരുവചനങ്ങളോട്, ഞാൻ എല്ലാം തിരുവചനം പറഞ്ഞത്, തിരുവചനങ്ങളോട് വിശ്വസ്ത പുലർത്തുന്നവർ ചെയ്യേണ്ടത്. ആ പത്രോസിൻ്റെ പരമാധികാരത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും അതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കാം. പക്ഷെ ആ നേതൃത്വം അംഗീകരിക്കണം. അതാണ് ഈ ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭ പോലും
പ്രൈമസി ഓഫ് ഓണർ ഓഫ് ദ പോപ്പ് എന്ന് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈമസി ഓഫ് അതോറിറ്റി, അധികാരത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ചിട്ടില്ലെങ്കിലും ബഹുമാനത്തിൽ, ആദരവിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉന്നതൻ മാർപ്പാപ്പയാണെന്ന് ആംഗ്ലിക്കൻ സഭ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ പല സഭകൾ അംഗീകരിച്ചു വരുന്നു. അത് അംഗീകരിക്കേണ്ടതുണ്ട്. പത്രോസിൻ്റെ പരമാധികാരത്തിൻ്റെ സ്വഭാവം നമുക്ക് നിശ്ചയിക്കാം ചർച്ച ചെയ്ത്. പക്ഷെ ആ പരമാധികാരം ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. അത് തിരുവചനങ്ങൾക്കെതിരാണ്. പത്രോസ് 11 പേരുടെ ഒപ്പം എഴുന്നേറ്റ് നിന്നിട്ടാണ് പ്രസംഗിക്കണേ. പത്രോസും 11 പേരും, ആകെ 12 പേര് ഇല്ലേ. 11 പേരോടുമൊപ്പം പത്രോസ് എഴുന്നേറ്റുന്നാണ്. രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് യേശു അവരുടെ കൂടെയാണ് മലയിൽ നിന്നും സമതലത്തിലേക്ക് ഇറങ്ങി വരുന്നത്, 12 പേരുടെ കൂടെ. ലൂക്കാസ് 6:17. അവർക്ക് യേശുവിൻ്റെ കാലത്തും സഭയുടെ കാലയളവിലും വിശേഷപ്പെട്ട സ്ഥാനവും പദവിയും ഉത്തരവാദിത്വമുണ്ട്. യേശുവിന് ചുറ്റും സമ്മേളിച്ച ജനം ഇപ്പോൾ പത്രോസിനും 11 പേർക്കും ചുറ്റും സമ്മേളിക്കുകയാണ്. യേശുവിന് ചുറ്റും സമ്മേളിച്ച ജനമാണ് ഇപ്പോൾ പത്രോസിനും 11 പേർക്കും ചുറ്റും സമ്മേളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പത്രോസിൻ്റെ കൂടെയുള്ള ബാക്കി 11 പേരും എന്ന് വെച്ചാൽ സഭയുടെ ആദ്യത്തെ ഗണം. ആ സഭ, അതായത് 12 പേരോടൊപ്പം നിൽക്കുന്ന പത്രോസും 11 പേരോടൊപ്പം കൂടിയിരിക്കുന്ന ജനം, അത് യേശുവിൻ്റെ ജൈവ തുടർച്ചയാണ്. ഈ 12 പേര് യേശുവിൻ്റെ ജൈവ തുടർച്ചയാണ്. അതുകൊണ്ടാണ് യേശുവിന് ചുറ്റും സമ്മേളിച്ചവരെ ഇപ്പോൾ ഈ 12 പേർക്കും ചുറ്റും സമ്മേളിച്ചിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുക, കത്തോലിക്ക സഭ യേശുവിൻ്റെ ജൈവ തുടർച്ചയാണ്. അത് ലൂക്കാസ് ആവർത്തിച്ച് അടിവരയിട്ട് പറയാണ്. മാത്രമല്ല ഇസ്രായേലിൻ്റെ മേലും 1:21 നമ്മൾ കണ്ടതാണ്. എല്ലാ ഇസ്രായേലിൻ്റെ മേലും 2:36 ചിതറിക്കിടക്കുന്ന യഹൂദന്മാരുടെ മേലും അവകാശവാദം ഉന്നയിക്കാൻ ഈ 12 പേർക്ക് കഴിയും, പത്രോസിനും 11 പേർക്കും കഴിയും. കാരണം അവരുടെ മേലാണ്, പത്രോസിൻ്റെയും ഈ 11 പേരുടെ മേലാണ് യേശു പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രായേലിനെ സ്ഥാപിച്ചിരിക്കുന്നത്, സഭ സ്ഥാപിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 2:20. ഇസ്രായേലിൻ്റെ ഒരുമിച്ച് കൂടൽ അവരിലൂടെയാണ് സംഭവിക്കുന്നത്, ഈ 12 പേരിലൂടെ. എന്നിട്ട് ഈ 12 പേരിൽ തലവനായ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുകയാണ് പ്രസംഗിക്കാനായി. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ എന്താണ്? യഹൂദ പുരുഷന്മാരെ, യെറൂസലേമിൽ പാർക്കുന്ന സകലരുമേ. യഹൂദ പുരുഷന്മാരെ, യെറൂസലേമിൽ പാർക്കുന്ന സകലരുമേ. ഈ സംബുദ്ധി, അഭിസംബോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരാണ് യേശുവിനെ വധിച്ചതിന് ഉത്തരവാദികൾ. യഹൂദ പുരുഷന്മാർ, ഇസ്രായേലിൽ പാർക്കുന്ന സകലരും. എന്നാൽ അവരിൽ കുറച്ച് പേരെങ്കിലും കുരിശിന് ചുവടെ നിന്ന് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയിരുന്നു. ലൂക്കാസ് 23:48 പറയുന്നുണ്ട്. അതായത് അവർ അനുദപിക്കാൻ തയ്യാറാണെന്ന് സൂചന നൽകിയിരുന്നു. അവരാണ് ഇപ്പോൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. അവരെയാണ് പത്രോസ് സംബോധന ചെയ്യുന്നത്. യേശുവിനെ കൊല്ലുന്നതിന് കൂട്ടുനിന്ന അല്ലെങ്കിൽ ഉത്തരവാദികളായ ആളുകൾ, പക്ഷെ അവരുടെ മരണം കണ്ട് പശ്ചാത്തപിക്കാൻ തയ്യാറാണെന്ന് മാറത്തടിച്ച് കരഞ്ഞിട്ട് അവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരുടെ ഈ ഓരോരുത്തരുടെയും ഇല്ലേ, നമ്മൾ ഭാഷാഭേദത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ ഇവരെല്ലാം പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ബോധം പോയതാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞപ്പോൾ പത്രോസ് മറുപടി പറയാണ്, ഇത് 3-ാം മണിക്കൂറല്ലേ? അതായത് രാവിലെ 9 മണി, രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ദിവസത്തിൻ്റെ 3-ാം മണിക്കൂർ അല്ലേ? 6 മണിക്കാണ് ദിവസം തുടങ്ങണേ, അതിൻ്റെ 3-ാം മണിക്കൂർ 9 മണി, രാവിലെ 9 മണി. രാവിലെ 9 മണിയല്ലേ ആയിട്ടുള്ളൂ? അപ്പോഴേക്കും ഈ പുതുവീഞ്ഞ് കുടിച്ച് ബോധം പോയെന്നൊക്കെ പറയുന്നത് എന്ത് ശരിയാണോ? മാത്രമല്ല പെന്തക്കോസ്ത് തിരുനാളിൽ രാവിലെ ഉപവസിക്കുകയാണ് യഹൂദരുടെ പതിവ്. അതിനാൽ തന്നെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചതാണെന്ന് വ്യാഖ്യാനം തെറ്റാണ്. മാത്രമല്ല ദേവാലയത്തിൽ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ ആചാരങ്ങൾ നടക്കുന്ന നേരമാണ് രാവിലെ 9 മണി. ആ നേരത്തെ യഹൂദന്മാർ കള്ളു കുടിച്ച് നടക്കണേ? യഹൂദന്മാരത് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ ആരോപണം തെറ്റാണ് എന്ന് പൗലോസ് പറയാണ്. എന്നിട്ട് എന്താണ് ഈ പെന്തക്കോസ്ത് നാൾ സംഭവിച്ചതെന്ന് യോവേൽ പ്രവാചകന്റെ വാക്കുകൾ ഉപയോഗിച്ച് പത്രോസ് ഒരു വ്യാഖ്യാനം നൽകുകയാണ്. ആ വ്യാഖ്യാനത്തിൽ പല കാര്യങ്ങളുണ്ട്. 1, യുഗാന്തത്തിൽ നടക്കേണ്ട പരിശുദ്ധാത്മാവിന്റെ ചൊരിയൽ ഇതാ സംഭവിച്ചിരിക്കുന്നു. യുഗാന്തം തുടങ്ങിയിരിക്കുന്നു, ലോകാവസാനം തുടങ്ങിയിരിക്കുന്നു. അതിനാൽ യുഗാന്ത യാഥാർത്ഥ്യമായ സഭയിൽ പ്രായഭേദമന്യേ പലർക്കും പ്രവചനവരം ലഭിക്കുന്നു. തിരുവചനം വ്യാഖ്യാനിക്കാനുള്ള വരമാണ് പ്രവചനവരം. ഭാവി പ്രവചിക്കുന്ന, ഭാവി കഥനം നടത്തുന്ന പരിപാടിയല്ല. പ്രവചനവരമത്തിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 2 അർത്ഥമാണ്. പഴയ നിയമം വാഗ്ദാനങ്ങളുടെ ഗ്രന്ഥമാണ്, പ്രവചനങ്ങളുടെ ഗ്രന്ഥം. അപ്പോൾ ഭാവി കഥനത്തിന് ചെറിയൊരു സാധ്യതയുണ്ട്. പുതിയ നിയമം നിവൃത്തിയായി കഴിഞ്ഞു, നിവൃത്തിയാകലാണ്. കർത്താവ് എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാക്കി കഴിഞ്ഞു. ഇനി എന്താ പ്രവചിക്കാൻ കിടക്കണേ? അതായത് ഭാവി കഥനം ഒന്നുമില്ല.
ഭാവി കഥനം വേണ്ടതില്ല ഈ പുതിയ നിയമത്തിൽ. അതുകൊണ്ട് പ്രവചനവരം എന്നതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ടർത്ഥം. പുതിയ നിയമത്തിൽ ഇതിൻ്റെ അർത്ഥം തിരുവചനം വ്യാഖ്യാനിക്കാനുള്ള വരമെന്നാണ് പ്രവചനവരം. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ പൗലോസിനെ പോലെ, പൗലോസ് ബർണബാസിനെയൊക്കെ പോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് വചനം പ്രസംഗിച്ചിരുന്നവർ എന്നാണ് അർത്ഥം. ഒരു സ്ഥലത്ത് താമസിച്ച് വചനത്തിൽ ആഴപ്പെടുത്തിയവരാണ് പ്രബോധകർ അല്ലെങ്കിൽ അധ്യാപകർ. അപ്പോൾ പ്രവാചകന്മാർ, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെട്ടുവെന്ന് എഫേസ്യ ലേഖനം 2:20 പൗലോസ് പറയുമ്പോൾ അതിനർത്ഥം പത്രോസ് തുടങ്ങിയ 12 പേരുണ്ടല്ലോ, അവർ അപ്പസ്തോലന്മാർ, പിന്നെ പൗലോസിനെ പോലുള്ള പ്രവാചകന്മാർ, സഞ്ചരിച്ച് വചനം വ്യാഖ്യാനിച്ചിരുന്നവരും വചനം പ്രസംഗിച്ചിരുന്നവർ. അപ്പോൾ ഈ യുഗാന്ത യാഥാർത്ഥ്യമാണ് സഭ എന്ന് വെച്ചാൽ ലോകാവസാനത്തിൽ എന്താ സംഭവിക്കുക? പരിശുദ്ധാത്മാവിന് ചൊരിയിലും നടക്കും. അത് നടന്നു കഴിഞ്ഞ് പെന്തക്കോസ്ത നാളിൽ എന്ന് വെച്ചാൽ ലോകാവസാനം ആരംഭിച്ചു കഴിഞ്ഞു. സഭ ലോകാവസാനത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ആ ലോകാവസാനം ഒരു പ്രക്രിയയാണ്. അതിൻ്റെ 2000 ചില്ലാനും വർഷം കഴിഞ്ഞു. ആ പ്രക്രിയയുടെ സമാപനത്തിൽ കർത്താവിൻ്റെ ദ്വിതീയ ആഗമനം. അപ്പം നമ്മളിപ്പോൾ യുഗാന്ത കാലത്താണ്, ലോകാവസാന നാളുകളിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ പാർക്കുന്നത്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ സമയമാണ് ലോകാവസാന സമയം. ഇത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതാണ് പത്രോസ് പറഞ്ഞത്, യുഗാന്തത്തിൽ നടക്കേണ്ട പരിശുദ്ധാത്മാവിന്റെ ചൊരിയൽ ഇതാ സംഭവിച്ചു കഴിഞ്ഞു പെന്തക്കോസ്തയിൽ. അതിനാൽ യുഗാന്ത യാഥാർത്ഥ്യമാണ് സഭ. ആ സഭയിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും തിരുവചനം വ്യാഖ്യാനിക്കാനുള്ള വരമുണ്ട്. പക്ഷേ തോന്നി പോലെ വ്യാഖ്യാനിക്കാൻ പാടില്ല. കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന് സഭയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന വചനത്തോട് ചേർന്ന് വേണം വ്യാഖ്യാനിക്കാൻ. അതിന് കത്തോലിക്കരെ സഹായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധനം. അതിന് ഫുട്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുഴുവൻ ഈ തിരുവചനങ്ങളും പിന്നെ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളുമാണ്. അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യം, പ്രവചിക്കുന്ന കാര്യം ധ്യാനഗുരുക്കന്മാരടക്കം ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. കത്തോലിക്ക സഭയുടെ മതബോധനമായി ചേർന്ന് പോകുന്നതാണോ നമ്മുടെ പ്രബോധനമെന്ന്. അല്ലാതെ എനിക്ക് പ്രവചനപരമുണ്ട്, തിരുവചനം വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയും, അതിന് തോന്നിയാസം പോലെ ചെയ്യാം എന്നൊന്നും കരുതരുത്. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര അപകടമാണ്. ഈ കർത്താവീശോംശികായും പത്രോസും പൗലോസും ഒക്കെ ഇത്തരം വ്യാജ പ്രവാചകന്മാർക്കെതിരെ ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട്. നമ്മളും ചെയ്യേണ്ടി വരും. രണ്ടാമതായിട്ട് പത്രോസ് പറഞ്ഞത് ഈ വ്യാഖ്യാനം എന്താണ് പെന്തക്കോസ്ത നാളിൽ സംഭവിച്ചത്? കർത്താവിൻ്റെ ദിനം ഉദയം ചെയ്യുന്നതിന് മുൻപുള്ള പ്രാപഞ്ചിക സൂചനകളും നിമിത്തങ്ങളും അടയാളങ്ങളും കാണാൻ കഴിയും. കർത്താവിൻ്റെ ദിനം ഉദയം ചെയ്യുന്നതിന് മുൻപ്, കർത്താവിൻ്റെ ദിനം എന്ന ന്യായവിധിയുടെ ദിനമാണ്. നമ്മളത് ചിലപ്പോഴൊക്കെ ധ്യാനിച്ചിട്ടുണ്ട്, നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പോൾ കർത്താവിൻ്റെ ദിനം, ന്യായവിധിയുടെ ദിനം ആഗതമാകുന്നതിന് മുമ്പ് ചില പ്രാപഞ്ചിക സൂചനകൾ, നിമിത്തങ്ങൾ, അടയാളങ്ങളൊക്കെ കാണും. മൂന്നാമത്തെ കാര്യം, കർത്താവിന് നാം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും. രക്ഷ പ്രാപിക്കുന്ന ഒറ്റ നാമേ ഉള്ളൂ, അത് ഈശോ എന്ന നാമമാണ്. അതല്ലാതെ വേറെ രക്ഷ പ്രാപിക്കാൻ മറ്റൊരു മാർഗം, ഒരു നാമം ദൈവപിതാവ് നൽകിയിട്ടില്ല. മിശിഹായുടെ യുഗം വന്നു ചേർന്നിരിക്കുന്നുവെന്ന് പെന്തക്കോസ്ത സ്ഥിരീകരിക്കുകയാണല്ലോ. മിശിഹായുടെ യുഗം, അതാണ് യുഗാന്ത യുഗം എന്ന് പറയണേ, യുഗാന്ത കാലയളവ്. യോവേൽ പ്രവാചകന്റെ വാക്കുകളാണ് പത്രോസ് തന്റെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ ഉപയോഗിക്കുന്നത്. സ്ത്രീകൾ, പുരുഷന്മാർ, യുവാക്കൾ, വൃദ്ധർ, അടിമകൾ, സ്വതന്ത്രർ എന്നിവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതാണ് യോവേൽ പ്രവാചകൻ മുൻകൂട്ടി കണ്ടത്. മിശിഹാ യുഗത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കൂടുതലായി ഉണ്ടാകും. കർത്താവിന്റെ നാമത്തിൽ രക്ഷ വരികയും ചെയ്യും. ഈ യേശുവിൻ്റെ വീര്യപ്രവർത്തികളെയാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന് പത്രോസ് വ്യാഖ്യാനിക്കുന്നുണ്ട്. യേശുവാണ് യാഹ്വേ അഥവാ കർത്താവ്. അവൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കുന്നതിലൂടെ നാം രക്ഷയിലേക്ക് ചുവടുവെക്കുന്നു. ഇതാണ് പത്രോസ് സമർത്ഥിക്കുന്നത്. ജെറൂസലമിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേലിലെ ശിഷ്ടഭാഗത്തെക്കുറിച്ചാണ് യോവേൽ പറഞ്ഞത്. ജെറൂസലമിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേലിലെ ശിഷ്ടഭാഗം, അവശിഷ്ടം, തിരിച്ചേറ്റിപ്പ്, അതിനെക്കുറിച്ചാണ് യോവേൽ പറഞ്ഞത്. യുഗങ്ങളുടെ ഊഴത്തിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്നുള്ള മറ്റ് പ്രവചനങ്ങൾ ഇതിനെ ബലപ്പെടുത്തുകയാണ്. യെശയ്യാ 32:15, 44:3, യെഹെസ്കേൽ 36, 26, 27, 39, 29 ഒക്കെ. ചുരുക്കത്തിൽ ഈ പത്രോസിൻ്റെ പെന്തക്കോസ്ത പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് യോവേൽ പ്രവാചകൻ പറഞ്ഞത്, അതെങ്ങനെയാണ് പത്രോസ് വ്യാഖ്യാനിച്ചത്, ഇതെല്ലാം ആമുഖമായിട്ടിപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പത്രോസിൻ്റെ പ്രസംഗത്തിലെ പെന്തക്കോസ്ത പ്രസംഗത്തിൻ്റെ ആഴപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് നമുക്കറിയാം, സഭയുടെ ഉദ്ഘാടനമാണ്. അതായത് യുഗാന്ത കാലയളവിലാണ് നമ്മൾ സഭ. ഇപ്പോഴാണ് യുഗാന്തം തുടങ്ങിയത്. കർത്താവീശോമിശിയുടെ
സ്വർഗാരോഹണത്തോടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മന്റെ ആഗമനത്തോടെ യുഗാന്ത കാലയളവ് തുടങ്ങി. അതൊരു പ്രക്രിയയാണ്. ലോകാവസാനം ഒരു പ്രക്രിയ. അത് ആരംഭിച്ചു പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവിന് ചൊരിഞ്ഞതോടുകൂടി. അതാണ് പത്രോസ് വ്യാഖ്യാനിച്ചത്. അപ്പം നമ്മൾ യുഗാന്ത കാലയളവിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. യുഗാന്ത യാഥാർത്ഥ്യമാണ് സഭ. ഈ ലൂക്കാസിന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശു മിശിഹ പറയുന്നുണ്ട്, വിജാതിയരുടെ നാളുകൾ പൂർത്തിയാകുന്നത് വരെ യെറൂസലം ചവിട്ടിപ്പതിക്കപ്പെടേണ്ടിയിരിക്കുന്നു. വിജാതിയരുടെ നാളുകൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സഭയുടെ കാലയളവ് എന്നാണ് എൻ്റെ അർത്ഥം. സഭ വിജാതിയരോട് സുവിശേഷം പ്രസംഗിക്കുന്ന കാലയളവ്. സഭ വിജാതിയരോട് സുവിശേഷം പ്രസംഗിക്കുന്ന കാലയളവ്. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തുവിൽ രക്ഷയുണ്ട് എന്നതാണ് സുവിശേഷം. അത് സ്ത്രീകൾക്കും യുവാക്കൾക്കും വൃദ്ധർക്കും പുരുഷന്മാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെയുണ്ട്. ഈ ഒരു സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം, അത് പ്രസംഗിക്കണം. അത് പ്രസംഗിക്കാൻ വളരെ പറ്റിയൊരു സന്ദർഭമാണ് കേരളത്തിലും ഇന്ത്യയിലും. കാരണം എന്താണ്? എങ്ങനെയെങ്കിലും സ്ത്രീകൾ അടിമകളാക്കുക, പുരുഷന്റെ വസ്തുവാക്കി അങ്ങനെ തുച്ഛീകരിക്കുക എന്ന് ചില മതസംഘടനകൾ തീരുമാനിച്ചുറച്ച് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. സ്ത്രീകളെ അടിമകളാക്കി, വസ്തുക്കളാക്കി, കച്ചവട ചരക്കാക്കി, ഒരു തുണിയിട്ട് മറച്ച് അവരെ പുരുഷന് തുല്യരല്ല, അത് സ്ത്രീ വിരുദ്ധത മുഖമുദ്രയാക്കിയിരിക്കുന്ന ചില ആളുകൾ അവരുടെ ഹിഡൻ അജണ്ട നടപ്പാക്കാൻ സ്കൂളുകളിലും പള്ളികളിലും കോളേജുകളിലും ഒക്കെ വിവിധ തരത്തിൽ നിസ്കാരമുറിയായിട്ടും ഹിജാബായിട്ടും ഒക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇവിടെയാണ് പ്രസംഗിക്കേണ്ടത്. കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളാണ്. തുല്യത കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളാണ്. സമത്വം കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് അത് നമ്മൾ ആരെയും എതിർക്കാനല്ല, മറിച്ച് എല്ലാവരും അന്തസ്സോടെ ജീവിക്കാൻ. സ്ത്രീ പുരുഷന്റെ അടിമയല്ല, അന്തസ്സുള്ളവളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സുവിശേഷം, അതുപോലുള്ള ഓരോന്നിൻ്റെയും സുവിശേഷം, അതാണ് ക്രിസ്തു പ്രസംഗിച്ചത്, പത്രോസ് പ്രസംഗിച്ചത്. ഈ യുഗാന്ത കാലയളവിൽ നമ്മളത് പ്രസംഗിക്കണം. അത് ശക്തമായി പ്രസംഗിക്കണം. നമ്മിൽ ചിലർ കൊല്ലപ്പെടട്ടെ. അത് ആ രക്തസാക്ഷിത്വം ഈ കർത്താവിൻ്റെ കുരിശ് നമ്മുടെ നാട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ നാന്ദിയായിട്ട് മാറട്ടെ. അങ്ങനെയാണ് പത്രോസ് കൊല്ലപ്പെടുകയായിരുന്നു, പൗലോസ് കൊല്ലപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ലോകം മുഴുവൻ സമത്വം പ്രഖ്യാപിക്കുന്ന, അന്തസ്സ് പ്രഖ്യാപിക്കുന്ന ക്രിസ്തുധർമ്മം പ്രചരിച്ചത്. നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. പെന്തക്കൊസ്ത യുഗാന്തം ഇതാ വന്നിരിക്കുന്നു. യുഗാന്തം തുടങ്ങിയത് പെന്തക്കൊസ്തയിൽ. നമ്മൾ യുഗാന്ത കാലയളവിലാണ്. സമത്വത്തിൻ്റെയും അന്തസ്സിൻ്റെയും ആദരവിൻ്റെയും കാലയളവ്, അടിമത്തത്തിൻ്റെ കാലയളവല്ല എന്ന് പ്രഖ്യാപിക്കണം. അതാണ് രക്ഷ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.